നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാർലമെന്റിൽ ജൂലൈ 20 തുടങ്ങിയ പാർലമെന്റ് സമ്മേളനം ഓഗസ്റ്റ് 13 വന്ദേ മാതരം ആലാപിക്കുന്നതോടെ പരിസമാപ്തി കുറിക്കാൻ വേണ്ടി പാർലമെന്റ് തീരുമാനിക്കുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും എവിടെ നിന്നില്ലാതെ പാഞ്ഞു കയറി വരുന്നു. അത്യന്തം ഡ്രമാറ്റിക്കായ നാടകീയമായ രംഗങ്ങൾ. ഇവർക്ക് രണ്ടുപേർക്കും വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണമായ രൂപം അറിയത്തുപോലുമില്ല. ഇവർക്കത് കാണാതെ ചൊല്ലാനോ ഒന്നും അറിയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാമോ എന്നറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർ രണ്ടുപേരും തെറ്റായ സന്ദേശം ഈ രാജ്യത്തിന് കൊടുക്കുകയാണ്. വന്ദേ മാതരം ആലപിക്കാത്ത പരിപാടികൾ എന്നത് രാജ്യവിരുദ്ധ പരിപാടികളാണ് എന്ന് ചിത്രീകരിക്കാനുള്ള തത്രപ്പാടിലാണ് ഈ രണ്ട് മഹത് വ്യക്തികൾ. അതായത് ഇപ്പോൾ പുതിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. കാരണം അധികാരം മൂന്നാം തവണയും കിട്ടി. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ധ്രുവീകരിച്ച് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൽ മൂന്നാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു അടി കിട്ടിയിരുന്നു. എന്നാൽ അത് സാരമില്ല, ഭരണം കയ്യിൽ ഇപ്പോഴും ഉണ്ടല്ലോ, സേഫായി തന്നെ മുന്നോട്ട് പോകാം. നാലാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് എന്ന സംവിധാനം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഭൂരിപക്ഷത്തിനായി ശ്രമിക്കാം. അതായത് 4/3 ഭൂരിപക്ഷം കിട്ടിയാൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ ഭേദഗതി ചെയ്ത് പുതിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഏതായാലും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും പാർലമെൻറ്റിൽ കണ്ടെത്തി, അല്ലെങ്കിൽ പാർലമെൻറ്റ് സമുച്ചയത്തിൽ കണ്ടെത്തി എന്ന് വേണമെങ്കിൽ തലക്കെട്ട് എഴുതാം. കാരണം അതുമാതിരിയായിരുന്നു ഡ്രമാറ്റിക് ആയിട്ടുള്ള സീൻ. അതായത് ജൂലൈ 20, 21, 22 അങ്ങനെ തുടങ്ങി ഓഗസ്റ്റ് 12 വരെ ഒരു ദിവസവും അവർക്ക് സമയവുമില്ല. അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രസക്തിയും അവർക്ക് തോന്നുന്നില്ല. രാജ്യസഭയിലെ ചെയർപേഴ്സണായ CP രാധാകൃഷ്ണൻ അമിത്ഷായെ നേരിട്ട് ഹാജരാക്കാൻ പറ്റുമോ എന്ന് കിരൺ റിജിജുവിനോട് ചോദിക്കുന്ന അവസരം വരെ ഉണ്ടായി. അതുമാത്രമല്ല, ലോക്സഭയിലെ സ്പീക്കറായ ഓം ബിർളയും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. പ്രതിപക്ഷ കക്ഷി അംഗങ്ങൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഉത്തരം പറയുന്നില്ല, മറുപടി പറയുന്നില്ല, ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയിൽ നിന്നും മറുപടി കേൾക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും സമയമുണ്ടായത് വന്ദേ മാതരം മുഴുവനായി കേൾക്കാൻ മാത്രമാണ്. നിന്ന് കേൾക്കുക, മറ്റുള്ളവരെ നോക്കി പറയുക, ഞങ്ങൾ കണ്ടോ, ഞങ്ങളുടെ ഭരണകാലത്താണ് ആദ്യമായി വന്ദേ മാതരം അതിൻ്റെ 6 ഭാഗങ്ങളുള്ള ആ ഗീതം മുഴുവനായി ആലപിച്ചത്. അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഈ മഹത് ഗാനം ഞങ്ങളാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഗാനമാക്കി മാറ്റിയതെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കണം. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണേ. ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ ആന്തം ജനഗണമനയും നാഷണൽ സോങ് വന്ദേ മാതരമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഈ ഭാരതത്തിൽ അതിൻ്റെ പേരിൽ ഒരു ചേരിത്തിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, പൊളിച്ചടുക്കുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യ മുന്നണി